ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ ഗദ്ഗദമായൊരു പാഴ്സ്വരമാ ഒഴുകി വരുന്നു ഞാൻ. ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ ഒരിക്കൽ മാത്രം. നമസ്തേ വിമൽ. നമസ്തേ. അങ്ങ് പാടിയത് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതമല്ലേ? അതെ അതെ. വി ദക്ഷിണാമൂർത്തി കേരളത്തിലെ അനശ്വരനായ ഗായകൻ. അദ്ദേഹം ധാരാളം ഗാനങ്ങൾ മലയാളത്തിൽ സമ്മാനിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വി ദക്ഷിണാമൂർത്തിയെക്കുറിച്ച് സംസാരിക്കാം. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ നല്ല ഒന്ന് രണ്ട് പാട്ടുകൾ പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ ഓക്കെ ശരി. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നു നിന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു. സ്വാമികൾ വളരെ അധികം പരീക്ഷിച്ചിട്ടുള്ളത് കർണാടക സംഗീതമാണല്ലോ. അദ്ദേഹം പ്രധാനമായിട്ട് ഏതെല്ലാം രാഗങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്? സ്വാമിയുടെ പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പാട്ടുകളും രാഗ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. എന്നാലും പ്രധാനമായി ഉപയോഗിച്ച രാഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും കൂടുതൽ പാട്ടുകളും ഖരഖരപ്രിയ, അതുപോലെ ഖരഖരപ്രിയ ജന്യരാഗമായ ആഭേരി, ഈ രാഗങ്ങളിലൊക്കെ അദ്ദേഹം കൂടുതൽ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഖരഖരപ്രിയയിൽ തന്നെ ഇപ്പം ഞാൻ പാടിയ ഉത്തരാ സ്വയംവരം ഖരഖരപ്രിയയാണ്. ഓക്കെ. അതുപോലെ മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ. ഈ ഖരഖരപ്രിയ രാഗത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഖരഖരപ്രിയ രാഗം കർണാടക സംഗീതത്തിലെ 72 മേളകർത്ത പട്ടികയിൽ അതിൽ 22ാമത്തെ മേളകർത്ത രാഗമാണ് ഖരഖരപ്രിയ. അപ്പോൾ ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം ആരോഹണ അവരോഹണം പറയുകയാണെങ്കിൽ ഷഡ്ജം, ഋഷഭം എന്ന് പറയുന്നത് ചതുശ്രുതി ഋഷഭം, വലിയ ഋഷഭമാണ്. അതുപോലെ ഗാന്ധാരം, ചെറിയ ഗാന്ധാരം, അതിൻ്റെ പറയുന്നത് സാധാരണ ഗാന്ധാരം. മധ്യമം, ചെറിയ മധ്യമം, ശുദ്ധ മധ്യമം. പഞ്ചമം ദൈവതം, വലിയ ദൈവതം, ചതുശ്രുതി ദൈവതം. നിഷാദം എന്ന് പറയുന്നത് ചെറുതാണ്, കൈശിക നിഷാദം. ഷഡ്ജം. ഇങ്ങനെയാണ് ഇതിൻ്റെ ആരോഹണം. അതിൻ്റെ ഒന്ന് നമ്മൾ ആരോഹണം അവരോഹണം പാടുകയാണെങ്കിൽ സരിഗമ പദനി സനിദപ മഗരി സരിഗമ പദനി സനിദപ മഗരി പക്കാല നിലപാടി. ഈ പ്രശസ്തമായ കീർത്തനം ഈ രാഗത്തിലാണ്, ഈ ഖരഖരപ്രിയ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഖരഖരപ്രിയ രാഗത്തിന്റെ ജന്യരാഗമാണ് ആഭേരി എന്ന് പറഞ്ഞല്ലോ. നമുക്ക് ആഭേരിയിൽ ഒന്ന് രണ്ട് ഗാനങ്ങളൂടെ നോക്കിയാലോ? ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത
വിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രശസ്തമായ ഗാനമുണ്ട്. ചിത്രശിലാപ്പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. സന്ധ്യയ്ക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. അതുപോലെ ഒരു കരിമൊട്ടിൻ്റെ കഥയാണു നീ, ഒരു വീണപ്പൂവിൻ്റെ കഥയാണു ഞാൻ. ഇതെല്ലാം ആഭേരി എന്ന രാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വാമി ചെയ്തത്. ഓക്കെ. ദക്ഷിണാമൂർത്തി സ്വാമി ഒരു വലിയ ഭക്തനായിരുന്നു, മഹാഭക്തനായിരുന്നല്ലോ. ഇദ്ദേഹം ഒരുപാട് ഭക്തിഗാനങ്ങൾക്കും സംഗീതം കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് ഒരു 1-2 അദ്ദേഹത്തിന്റെ ഭക്തിഗാനം കൂടി കേട്ടാലോ? ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഭക്തിഗാനങ്ങളിൽ പ്രശസ്തമായ ഒരുപാട് ഗാനങ്ങളുണ്ട്. അതിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാവുന്നത് ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായക നാമം, ആ മണിരൂപം അയ്യപ്പ ഞങ്ങൾക്കാപാദച്ചൂടമധുരം, അയ്യനയ്യപ്പ സ്വാമിയേ നീയല്ലാതിൽ ഒരു ശരണം, അയ്യനയ്യപ്പ സ്വാമിയേ നീയല്ലാതിൽ ഒരു ശരണം. ഇത് പിന്നെ അടുത്തത് ആന കേറാമല ആളു കേറാമല അവിടെ വിരിഞ്ഞൊരു പൊൻതാമര, അയ്യപ്പ സ്വാമി തൻ പൊന്നമ്പലമല, അയ്യപ്പ സ്വാമി തൻ പൊന്നമ്പലമല, അയ്യപ്പന്മാരുടെ ദിവ്യമല ശബരിമല, ആന കേറാമല ആളു കേറാമല അവിടെ വിരിഞ്ഞൊരു പൊൻതാമര. അതുപോലെ ദണ്ഡായുധപാണി പെരുന്നയിലമരുമൻ ദേവനയാറുമുഖനീ, എൻ്റെ മനസ്സാം മയിലേറി ആടിടും നിൻ രൂപം ഓംകാര ബീജാക്ഷരം, ഓംകാര പൊരുളേ ഗണേശ ഞങ്ങൾക്കെന്നെന്നും ആശ്രയം നീയല്ലേ ഈശ, തീരാത്ത വിനയാകെ നീയകറ്റിടും നേരം, നെഞ്ചിലുണ്ടോ ഭയം നിനക്കുപോർക്കെല്ലാം ജയം. വി ദക്ഷിണാമൂർത്തിയുടെ അനേകം ഗാനങ്ങൾ, അത് ഭക്തി ഗാനങ്ങൾ അതിലേറെയും. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി ഇനിയും തിരിച്ചു വരാം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൂടുതൽ ഗാനങ്ങളുമായി. നന്ദി, നമസ്കാരം. നമസ്കാരം.